ഹായ് ഡിയേഴ്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു വൻപയർ കറിയുടേതാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അത് എങ്ങനെ വയ്ക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനും ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വയ്ക്കണത്. ഇതെനിക്കൊരാൾ പറഞ്ഞു തന്നതാണ്. ഇതുപോലെ വയ്ക്കണവരുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് ഇനി അത് വയ്ക്കാൻ തുടങ്ങാം. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. ഇതിപ്പോൾ ഞാനൊരു അരക്കപ്പോളം വൻപയർ ഇന്നലെ രാത്രിയിൽ തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വച്ചിരുന്നതാണ്. വെള്ളത്തിലിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ വെള്ളത്തിലിടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളത്തിലിട്ടിട്ടാണ് വയ്ക്കണമെങ്കിൽ നമുക്കിത് വേഗം വെന്ത് കിട്ടും. പയർ മുഴുവനായിട്ട് ഞാൻ കുക്കറിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു പച്ചമുളകും ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ കൂടി ആവി വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5-6 അല്ലി വെളുത്തുള്ളി മതിയേ. ഇതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴേക്കും ഞാനൊരു വലിയ സവാള തന്നെ കൊത്തിയരിഞ്ഞതുപോലെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതാകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടൊന്ന് ഒതുക്കിയെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളി പെരിഞ്ജീരകം, ഒരു നുള്ളി ജീരകം കൂടി ഇട്ട് കൊടുക്കാം. കൂടെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എരിവ് വേണ്ടവർക്ക് 2 എണ്ണമൊക്കെ ഇടാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കണം, അരയണ്ട. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് ഒരുവിധം വാടി വരുന്നുണ്ട്. ഒന്നും കൂടിയൊക്കെ മൊരിഞ്ഞ് കിട്ടണം നമുക്ക്. ഇപ്പം സവാള നന്നായിട്ടൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിനി നമ്മൾ ഒതുക്കി വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങ ഇതിലിട്ട് നമുക്കൊന്നും കൂടി നല്ലപോലെ വെള്ളമൊക്കെ വറ്റി വരുന്ന രീതിയിലൊന്ന് മൊരിയിച്ചെടുക്കണം. ഒത്തിരി മൊരിയണ്ട, എന്നാലും ഒരുവിധം നന്നായിട്ട് തന്നെ ആക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്തിരി വെള്ളം കൂടി അതിൻ്റെ ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതൊരു കുഴഞ്ഞ പരുവത്തിൽ എടുക്കുന്നതാണ് നമുക്ക് ടേസ്റ്റ്. ഇതിനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതായ നമ്മുടെ വൻപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പയർ കറി കഴിക്കാൻ താല്പര്യമില്ലാത്തവർ പോലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കും. അതിൻ്റെ പെരിഞ്ജീരകമാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. പെരിഞ്ജീരകം ഇട്ട് കഴിഞ്ഞാൽ വേറൊരു നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട്. ഞാനിത് വെച്ച് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങളൊക്കെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതേ രീതിയിൽ വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ.